ഗുഡ് മോർണിംഗ്. ഈ വീഡിയോയിൽ ഓട്ടോകാഡ് ഉപയോഗിച്ച് ലെയർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കീ LA എൻ്റർ ആണ്. അതിന് പകരം നമ്മൾക്ക് ഫോർമാറ്റിൽ പോയിട്ട് ലെയർ ഈ ഓപ്ഷനും എടുക്കാവുന്നതാണ്. ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആകും. അതിനകത്ത് ഇവിടെ ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4ാമത്തെ ബട്ടൺ ഇവിടെ നിങ്ങൾ കഴ്സർ കൊണ്ട് വയ്ക്കുമ്പോൾ ന്യൂ ലെയർ എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ബാർ വരും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ലെയർ 1 എന്നും പറഞ്ഞ് ഇതിൻ്റെ താഴെ ആഡ് ആവും. അതിന് നമ്മൾക്ക് വേണ്ട പേര് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വിസിബിൾ എഡ്ജസ് എന്നുള്ള പേര് കൊടുക്കുകയാണ്. അവിടെ വിസിബിൾ എഡ്ജസ് എന്ന പേര് കൊടുത്തു. ഇനി ഇവിടെ ഒരു ബൾബിൻ്റെ ബട്ടൺ ഉണ്ട്. അത് ലെയർ ഓഫ് ചെയ്യുക ഓൺ ചെയ്യുക എന്നുള്ള ഫങ്ഷന് വേണ്ടിയാണ്. ഇത് ഇവിടെ കൊണ്ടുപോയി പതുക്കെ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിനെ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓൺ. രണ്ടാമത്തേത് ഫ്രീസ് ചെയ്യുക എന്നുള്ള പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഈ ബട്ടൺ ഇത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബ് ഓഫായി. അപ്പോൾ ഈ ലെയർ ഓഫാണ്. ഇവിടെ നമ്മൾ എന്ത് വരച്ചു കഴിഞ്ഞാലും ഇനി കാണില്ല. അപ്പോൾ അത് ഓൺ കണ്ടീഷനിലിരിക്കണം. അതുപോലെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് കാണാനും പറ്റില്ല, അതിനെ ഡിലീറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതാണ് ഈ ഫ്രീസിൻ്റെ ഓപ്ഷൻ. പിന്നെ ലോക്ക്. ഇത് ഇവിടെ ഒരു ലോക്കിൻ്റെ സിമ്പിൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ ലോക്ക് ഓപ്പൺ ആണ്. ക്ലോസ് ആവണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായി കിട്ടും. അത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ പ്രിൻ്റ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഇവിടെ ഈ ഫങ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ കളർ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരം കളർ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ സാധാരണ നമ്മുടെ ഡ്രോയിങ്ങിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ആവുന്നതുകൊണ്ട് നമ്മളെപ്പോഴും ബ്ലാക്ക് വൈറ്റ് കളറുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ വൈറ്റ് സ്ക്രീൻ ആയതുകൊണ്ട് ലൈൻസ് ബ്ലാക്ക് ആണ്, പക്ഷെ കളർ വൈറ്റ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. അതിനുശേഷം ലൈൻ ടൈപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലൈൻ. നമ്മൾ സാധാരണ വിസിബിൾ എഡ്ജസിന് ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് ലൈനാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഇതിനകത്ത് ലൈൻ ടൈപ്പ് ലോഡ് ആയിട്ടുള്ളത് ആകെ ഒരെണ്ണമാണ്. സോളിഡ് ലൈൻ എന്ന് പറയുന്ന കണ്ടിന്യൂസ് ലൈൻ ടൈപ്പ്. ഓക്കെ. ഈ ലൈന് തന്നെയാണ് വേണ്ടത്, അതുകൊണ്ട് ഞാനിതൊന്നും ചെയ്യുന്നില്ല. ഇനി അടുത്തത് ലൈൻ വെയ്റ്റ് നമ്മൾക്ക് വേണ്ടത് 0.5 ആകുന്നതുകൊണ്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം പലതരം ലൈൻ വെയ്റ്റ്. ഇതുണ്ടേ 2.11 mm വരെയുള്ള ലൈൻ വെയ്റ്റ്. 0 മുതൽ 2.11 വരെ ലൈൻ വെയ്റ്റ് അവൈലബിൾ ആണ്. നമ്മൾ സാധാരണ A4 പേപ്പറിലൊക്കെ പ്രിൻ്റ് എടുക്കാൻ ഉപയോഗിക്കുമ്പോൾ 0.5 ലൈൻ വെയ്റ്റ് നമുക്ക് വളരെ സഫിഷ്യൻ്റ് ആണ്. ഇനി A3യിലേക്കൊക്കെ പോകുമ്പോഴാണെങ്കിൽ 0.7 കൊടുത്താൽ മതി. ഇപ്പോൾ A4ൽ 0.5 സ്യൂട്ടബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് 0.5 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പം ഒന്നാമത്തെ ലെയർ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തേത് വീണ്ടും നമ്മൾ ഇവിടെ തന്നെ വരണം. ന്യൂ ലെയർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെയർ 1 എന്ന് ഇതിന് നമ്മൾ റീനെയിം ചെയ്തതുകൊണ്ട് ലെയർ 1 എന്ന് പറഞ്ഞ് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻറ്റർ ലൈൻ. നമുക്കെല്ലാം ഒരുമാതിരി ഡ്രോയിങ്ങിനെല്ലാം സെൻറ്റർ ലൈൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് സെൻറ്റർ ലൈൻ എന്ന് പറഞ്ഞ് ഞാനൊരു പേര് കൊടുക്കുകയാണ്. സെൻറ്റർ ലൈൻസ് എന്ന് പേര് കൊടുത്തു. ഇനി കളർ ഞാൻ സെൻറ്റർ ലൈൻ കറക്റ്റായിട്ട് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വൈറ്റ് തന്നെ വെക്കാം, പക്ഷേ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ റെഡ് കളർ ചൂസ് ചെയ്യാണ്. ഓക്കെ. ഇനി ലൈൻ ടൈപ്പ് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം. ലൈൻ ടൈപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് എന്നുള്ള ഇവിടെ തന്നെ ഈ ലൈൻ ടൈപ്പിൻ്റെ താഴെ ഈ ലെയറിൽ കണ്ടിന്യൂസ് എന്നുള്ള ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും സെലക്ട് ലൈൻ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു പുതിയ പോപ്പപ്പ് വിൻഡോ വരും. അതിനകത്ത് ഇവിടെ നോക്കിയാൽ ഓക്കെ ഉണ്ട്, ക്യാൻസൽ ഉണ്ട്, ലോഡ് ഉണ്ട്. അപ്പോൾ ഈ ലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലൈൻസ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ആവും.
അപ്പോൾ ഇവിടെ നമുക്ക് സെൻറ്റർ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഈ ഡ്രാഗ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാം. ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സി എന്ന് ടൈപ്പ് ചെയ്താൽ മതി. സി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ 3 ലെയറുണ്ട്. സെൻറ്റർ ഉണ്ട്, സെൻറ്റർ 0.5x ഉണ്ട്, സെൻറ്റർ x2 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഒക്കെ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്റർ 2 0.5x എന്നുള്ളത് എടുക്കാം. തൽക്കാലം ഇത് എടുക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈ ലൈനിന് കുറച്ച് നീളം കൂടുതലും ഈ ലൈനിന് നീളം കുറവുമാണ്. അപ്പോൾ ഇതിൻ്റെ പകുതിയുള്ളത് ഞാൻ ഈ സെൻറ്റർ 2 ആണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ കൊടുത്തു. എന്നിട്ട് വീണ്ടും ഇവിടെ എന്ത് ചെയ്യണം, ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കണം. എന്നാലേ മാത്രമേ ഇവിടെ സെൻറ്റർ ലൈന് ആവുള്ളൂ. അല്ലെങ്കിൽ ഇതുണ്ട് ഇവിടെ ആയിരുന്നില്ലേ സെലക്ഷൻ കിടന്നിരുന്നത്, അത് മാറ്റിയിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഓക്കെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്തൊക്കെയായി. സെൻറ്റർ ലൈൻ നമ്മൾ പേര് കൊടുത്ത പേര് വന്നിട്ടുണ്ട്, കളർ റെഡ് ആയിട്ടുണ്ട്, ഈ ബൾബ് ഓണാണ്, ഈ ഫ്രീസ് ഇതും സൂര്യൻ പ്രകാശിക്കുന്ന പോലെയുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഫ്രീസായിപ്പോയി. ഓക്കെ, പിന്നെ സെൻറ്റർ 2 എന്ന് പറയുന്ന ലൈൻ ടൈപ്പും ലോഡായിട്ടുണ്ട്. ഇവിടെ ലൈൻ വെയിറ്റ് നമ്മൾ സാധാരണ സെൻറ്ററിന് 0.25 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് 0.25 mm എന്നുള്ളത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പം സെൻറ്റർ ലൈനും നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അടുത്തത് ഹിഡൻ എഡ്ജസ് എന്ന് പറയുന്ന അതായത് ഒരു ലൈൻ അത് നിങ്ങൾ പ്രൊജക്ഷൻ ഓഫ് ഓബ്ജക്റ്റിൻ്റെ പ്രൊജക്ഷൻ പഠിക്കുമ്പോൾ ഇൻവിസിബിൾ ആയിട്ടുള്ള സംഗതികൾ എങ്ങനെയാണ് ഷോ ചെയ്യുന്നത്, ഹിഡൻ ലൈൻ വെച്ചാണ് ഷോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട അടുത്ത ലെയറാണ് ഹിഡൻ ലൈൻസ്. അപ്പോൾ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക, ന്യൂ ലെയർ എന്നുള്ള പറയുന്ന ബട്ടണിൽ. എന്നിട്ട് ഇവിടെ ഹിഡൻ എഡ്ജസ്ന്നോ ഹിഡൻ ലൈൻസ്ന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കുക. ഹിഡൻ ലൈൻസ് എന്ന് കൊടുക്കുകയാണ്. ഹിഡൻ ലൈൻസ് എന്ന് കൊടുത്തു. ഇനി കളർ ഞാൻ വൈറ്റ് തന്നെ ആക്കുകയാണ്, വൈറ്റ്. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ ലൈൻ ടൈപ്പ് നമുക്ക് മാറ്റണം. ലൈൻ ടൈപ്പ് ഇവിടെ ഇപ്പം നമ്മൾ ലോഡ് ചെയ്ത കണ്ടിന്യൂസും സെൻറ്ററും മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ലോഡിൽ പോയിട്ട് ഇവിടെ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് എച്ച് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എച്ച് ഹിഡൻ വന്നു, ഹിഡൻ 0.5x വന്നു. അപ്പോൾ ഞാൻ ഈ 0.5 തന്നെ എടുക്കുകയാണ്. ഹിഡൻ 2 ദെൻ ഓക്കെ. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഹിഡൻ 2 തന്നെ സെലക്ട് ചെയ്യണം, ഓക്കെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പേര് മാറിയിട്ടുണ്ട്. ഇനി ഈ തിക്ക് ലൈൻസും ഹിഡൻ ലൈൻസും തമ്മിൽ ചിലപ്പം ലൈൻസ് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പം ഏത് ലൈനാണെന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ ഇതിന് രണ്ടിനും സെയിം തിക്നെസ്സാണ് കൊടുക്കാറ്, കണ്ടിന്യൂസിനും ഹിഡനും. ഇവിടെ ഞാനൊരു ചെറിയൊരു മാറ്റം വരുത്തുവാണ്, 0.35 ആണ് കൊടുക്കുന്നത്. എന്നിട്ട് ഓക്കെ. അപ്പോൾ ഈ 3 ലൈൻസായി. ഇനി അടുത്തത് വീണ്ടും ഡയമെൻഷൻ ലെയർ. ഡയമെൻഷൻ എന്നുള്ള ലെയർ സെറ്റ് ചെയ്തു. അതിനകത്ത് ലൈൻ ടൈപ്പ് എനിക്ക് മാറ്റണം. ഇവിടെ കണ്ടിന്യൂസ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ലൈൻ വെയിറ്റ് 0.25 ആണ്, 25. ഓക്കെ, ഇനി വീണ്ടും അടുത്ത ലെയർ സെലക്ട് ചെയ്തു. അത് ഹാച്ചിങ് എന്ന് പറയുന്ന ലെയർ സെറ്റ് ചെയ്തു. അതും കളറെല്ലാം സെയിം തന്നെ. ഇനി കളർ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, ഇഷ്ടംപോലെ കളറുണ്ട്. ഇൻഡെക്സ് കളറുണ്ട്, ട്രൂ കളറുണ്ട്. നിങ്ങൾക്കിവിടെ റെഡ്, ഗ്രീൻ, ബ്ലൂ ഇവിടെ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. നിങ്ങളിവിടെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ ബേസിക് കളേഴ്സിൽ നിന്ന് ഏത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇൻഡെക്സ് കളറിൽ ഇത് തന്നെ കൊടുക്കാം, വൈറ്റ് തന്നെ. ഓക്കെ, അപ്പോൾ ഇനി ഒരു ലെയറും കൂടി ഞാൻ സെറ്റ് ചെയ്യാണ്. ടെക്സ്റ്റൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ന്യൂ ലെയർ കൊടുത്തു, ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ലെയർ കൊടുത്തു, ടെക്സ്റ്റ്. ഓക്കെ, അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം വിസിബിൾ എഡ്ജസ് ആയി, സെൻട്രൽ ലൈൻസ്, ഹിഡൻ ലൈൻസ്, ഡയമെൻഷൻ ലൈൻസ്, ഹാച്ചിങ്, ടെക്സ്റ്റ്, ഇങ്ങനെ ഇത്രയും ലെയർ ഞാൻ സെറ്റ് ചെയ്തു. നമുക്കിത് ക്ലോസ് ചെയ്യാം.
ഇനിയിപ്പോൾ ഇവിടെ നേരത്തെ ആദ്യം ഫസ്റ്റിൽ 0 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത്രയും ടൈപ്പ് ലൈൻസ് ഉണ്ട്. അതിനകത്ത് ഞാൻ ഫസ്റ്റ് വിസിബിൾ എഡ്ജസ് സെലക്ട് ചെയ്തു. ഇവിടെ കണ്ടില്ലേ വിസിബിൾ എഡ്ജസ്. പിന്നെ ഈ ലെയറിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ വേണ്ട മറ്റൊരു ടൂൾ ബാറാണ് പ്രോപ്പർട്ടീസ് ടൂൾ ബാർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെയറിൻ്റെ ടൂൾ ബാറിൻ്റെ കൂടെ ഈ പ്രോപ്പർട്ടീസ് ടൂൾ ബാർ എടുക്കുമ്പോൾ ഇവിടെയെല്ലാം ബൈ ലെയർ എന്ന് കാണിക്കണം. അതായത് കളറ് ബൈ ലെയർ ആയിരിക്കണം, ലൈൻ ടൈപ്പ് ബൈ ലെയർ ആയിരിക്കണം, പിന്നെ ലൈൻ തിക്നെസ്സും ബൈ ലെയർ ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി എടുക്കുന്നതിന് കണക്കായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ലൈൻ വെയ്റ്റ് ഡിസ്പ്ലേ ആവണമെങ്കിൽ ഇവിടെ താഴെ ഒരു ഐക്കോൺ ഉണ്ട്, ലൈൻ വെയ്റ്റ് ഡിസ്പ്ലേ, ഷോ ഓർ ഹൈഡ് ലൈൻ വെയ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ഒരു ടാബ് ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ലൈൻ വെയ്റ്റ് കാണുകയുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഫസ്റ്റ് ലൈൻ എടുത്തു, നമ്മൾ F8 ഓർത്തോ ഓൺ ചെയ്തു, എന്നിട്ട് ഒരു 100 എൻ്റർ അടിച്ചു. ഓക്കെ, ഇപ്പോൾ 100 mm ഒരു ലൈനാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ലൈൻ വെയ്റ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയോ, ഉണ്ടോ? ഇപ്പം സാധാരണ ഒരു ലൈനാണ്, ഇതിന് ലൈൻ വെയ്റ്റ് ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പോൾ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ വെയ്റ്റ് കാണിക്കും. ഇനി ഹിഡൻ ലൈൻസ് എങ്ങനെ ഇരിക്കും നോക്കാം. ഹിഡൻ ലൈൻസ് ഇപ്പോൾ ഇവിടുന്ന് 100 എൻ്റർ ഇതുണ്ട്. ഇപ്പോൾ ഹിഡൻ ലൈൻസ് കണ്ടല്ലോ. ഇനി അടുത്തത് സെൻറ്റർ ലൈൻസ് എടുത്തു, വീണ്ടും ലൈൻ കമാൻഡ് എടുത്തു, എൻ്റർ. ഓക്കെ, മറ്റ് ലൈൻസിന് ഡയമെൻഷൻ ലൈൻ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഹാച്ചിങ് ലൈൻസ് ഏതെടുത്തു കഴിഞ്ഞാലും അത് വെറും ലൈൻ മാത്രമായിരിക്കും, കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇനി ഉദാഹരണത്തിന് നിങ്ങൾ ലൈൻ വെയ്റ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോ, എല്ലാം ഒരേപോലെയാണ്. ലൈൻ വെയ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൈൻ വെയ്റ്റ് കൃത്യമായിട്ട് കാണിക്കും. ഇനി അടുത്തത് ടെക്സ്റ്റ് സ്റ്റൈൽ സെറ്റ് ചെയ്യുന്നതാണ്. ടെക്സ്റ്റ് സ്റ്റൈൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാറ്റിൽ പോവുക, ടെക്സ്റ്റ് സ്റ്റൈൽ എടുക്കുക, അതിനകത്ത് ന്യൂ എന്ന് കൊടുക്കുക, നമുക്ക് വേണ്ട ഒരു സ്റ്റൈലിൻ്റെ പേര് കൊടുക്കുക. അപ്പം ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു സിംപ്ലെക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്, സിംപ്ലെക്സ് SIMPLEX. ഓക്കെ കൊടുത്തു. അതിനുശേഷം ഫോണ്ട് നെയിം, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫോണ്ട്സ് ഉണ്ട്, ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഫോണ്ട് അതെടുക്കാം. അതിന് കണക്കായിട്ട് ഇവിടെ പേര് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് സിംപ്ലെക്സ്. അത് പെട്ടെന്ന് ടൈപ്പ് ചെയ്യണം, SI എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലെക്സ് കിട്ടും. ഇനി ഇവിടെ ഒബ്ലീക്ക് ആംഗിൾ ഒരു 15 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഹാൻഡ് റൈറ്റിംഗ് പോലെയുള്ള ഒരു ടെക്സ്റ്റ് കിട്ടും. ഓക്കെ, അപ്ലൈ കൊടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഫോണ്ട് സെറ്റ് ചെയ്യാം. ഇത് പിന്നീട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഈ ഒരെണ്ണം മാത്രമേ ഞാനിപ്പം കാണിക്കുന്നുള്ളൂ. ക്ലോസ്. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഡയമെൻഷൻ സ്റ്റൈലാണ്. അത് ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ട് ഡയമെൻഷൻ സ്റ്റൈൽ. ഓക്കെ, അപ്പം നിങ്ങൾ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിൽ പോവുക, ഡയമെൻഷൻ സ്റ്റൈൽ എടുക്കുക. അതിൻ്റെ ഷോർട്ട് കീ ഡി എൻ്റർ എന്നാണ്. ഡി എൻ്റർ അടിച്ചു കഴിഞ്ഞാലും അതേപോലെ ഡയമെൻഷൻ സ്റ്റൈൽ മാനേജർ എന്ന് പറയുന്ന പുതിയ ടാബ് അവൈലബിൾ ആവും. ഇവിടെ നിങ്ങൾ ന്യൂ എന്ന് കൊടുക്കുക, പുതിയ സ്റ്റൈൽ നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ ITI എന്ന് കൊടുക്കുവാണ്. കണ്ടിന്യൂ. അതിനുശേഷം ലൈൻസ്, ഒന്നാമത്തെ ഇതിനകത്ത് ഇവിടെ ഒന്നും മാറ്റം വരുത്തേണ്ട കാര്യമില്ല. ബൈ ബ്ലോക്ക് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ബേസ് ലൈൻ സ്പേസിങ്ങും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇവിടെ എക്സ്റ്റൻഷൻ ലൈൻസ്, ഇത് ഡയമെൻഷൻ ലൈൻസ് ആണ്, ഇത് എക്സ്റ്റൻഷൻ ലൈൻസ് ആണ്. ബൈ ബ്ലോക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ലെയർ മാറ്റാവുന്നതാണ്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇനി എക്സ്റ്റെൻഡ് ബിയോണ്ട് ഡയമെൻഷൻ ലൈൻസ്, അതായത് ഈ ഡയമെൻഷൻ ലൈനിൻ്റെ ഇപ്പുറത്തോട്ട് എത്ര എക്സ്റ്റൻഷൻ ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ മാറ്റാൻ പോകുന്നത്. ഇവിടെ 3 mm ആണ് ഒരു സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ. ഓഫ്സെറ്റ് ഫ്രം ഒറിജിൻ, അതായത് ഈ ഡയമെൻഷൻ നമ്മൾ കൊടുക്കുന്നിടത്തുനിന്ന് ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്, അത് 1 mm ആണ്. 1 mm കൊടുക്കുക.
എന്നിട്ട് രണ്ടാമത്തെ സിമ്പിൾസ് ആൻഡ് ആരോസ് നമ്മൾ അവിടെ 3 കൊടുത്തതുപോലെ തന്നെ ഇതിൻ്റെ ആരോ സൈസും 3 തന്നെ കൊടുക്കുക. 3. പിന്നെ ഡയമെൻഷൻ സ്റ്റൈൽ ഇതുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡയമെൻഷൻ സ്റ്റൈലുണ്ട്. നമുക്ക് വേണ്ടത് ക്ലോസ്ഡ് ഫിൽഡ് ആണ്. അതായത് ഒന്നാമത്തേത് ക്ലോസ്ഡ് ഫിൽഡ്, രണ്ടാമത്തതും ക്ലോസ്ഡ് ഫിൽഡ്. പിന്നെ ലീഡർ എന്താണെന്ന് പിന്നീട് പറഞ്ഞുതരാം. ഇനി ടെക്സ്റ്റിൽ പോവുക. ടെക്സ്റ്റിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന ആ സ്റ്റൈൽ എടുക്കണം. സിംപ്ലെക്സ് സെലക്ട് ചെയ്തു. അതിനുശേഷം ടെക്സ്റ്റ് ഹൈറ്റ് നമുക്ക് 3 mm വേണം. ആരോയുടെ സൈസും അതെല്ലാം ഒരു ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എല്ലാവരും ഒരേപോലെയുള്ള ഡയമെൻഷൻ സ്റ്റൈൽ കിട്ടും. ഇനി ഓഫ്സെറ്റ് ഫ്രം ഡയമെൻഷൻ ലൈൻ, അതായത് ഈ ടെക്സ്റ്റിൻ്റെ പൊസിഷൻ ഈ ലൈനിൽ നിന്ന് എത്ര അകലെ ആയിരിക്കണം എന്നുള്ളത്, അത് 1 mm കൊടുക്കുകയാണ്. ഇനി അതിനുശേഷം ISO സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യണം. ISO സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യുമ്പോൾ മാറ്റം വരുന്നത് നോക്കിയോ, ഉണ്ടോ? ഈ ഡയമെൻഷൻ ഇങ്ങനെയായിരുന്നു. ISO സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ISO പ്രകാരം ഒരു ഡ്രോയിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് പ്രകാരം എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ പോകേണ്ടത് ഫിറ്റിലേക്ക് പോവുക. ഫിറ്റിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ആവശ്യം വരുമ്പോൾ അന്നേരം നോക്കാവുന്നതാണ്. പിന്നെ പ്രൈമറി യൂണിറ്റ്സിൽ യൂണിറ്റ് ഫോർമാറ്റ് ഇതുണ്ടല്ലേ, പല ഇതുണ്ട്. നമുക്ക് ഡെസിമലാണ് വേണ്ടത്, ഡെസിമൽ തന്നെ വെക്കുക. പ്രിസിഷൻ, എത്ര പ്രിസിഷൻ വേണമെന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാറിന് 2 or 3 അതിൽ കൂടുതലൊന്നും ആവശ്യം വരില്ല. അപ്പോൾ ഞാനിപ്പം 3 വെച്ചിട്ടുണ്ട്. ഇനി ഡെസിമൽ സെപ്പറേറ്റർ, അത് നമ്മൾ പീരിയഡാണ് കൊടുക്കാറ്, അതായത് ഒരു ഡോട്ട്. മറ്റേത് കോമ എല്ലായിടത്തും യൂസ് ചെയ്യില്ല. പിന്നെ സ്കെയിൽ ഫാക്ടർ നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇനി സീറോ സപ്രഷൻ ഇത് ഇവിടെ നോക്കിക്കോ നിങ്ങൾ എന്താ വരുന്നതെന്ന്. ഇവിടെ കണ്ടില്ലേ 14.11 ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടൊരു 0 കൂടെ വരണം എന്നുണ്ടെങ്കിൽ ഈ ട്രെയിലിംഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ 1 കഴിഞ്ഞ ഒരു 0 കൂടെ വന്നു. ഇനി അതുപോലെ ഡെസിമൽ ഡിഗ്രീസ്, ഈ ഡിഗ്രീസ് 60.00 എന്ന് വേണമെങ്കിൽ ഇവിടെ നമ്മൾ ഇവിടെ പ്രിസിഷനിൽ 00 കൊടുത്തു കഴിഞ്ഞാൽ 60.00 ഡിഗ്രി എന്ന് വന്നു. ഓൾട്ടർനേറ്റ് യൂണിറ്റ്സ്, ഇവിടെയൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോളറൻസിലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും ചെയ്തിട്ട് ഓക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ITI എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ സെറ്റ് കറണ്ട് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് എത്ര സ്റ്റൈൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിനായിട്ട് ഡയമെൻഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഡയമെൻഷനിൽ പോവുക. അതിന് മുന്നേ ഇതിനെ ഒന്ന് ഞാൻ മൂവ് ചെയ്ത് കുറച്ച് ദൂരേക്ക് മാറ്റാൻ പോവാണ്. ഇപ്പോൾ മൂവ് കമാൻഡ് ഇത് എവിടെയാണുള്ളത്, മൂവ് ഉണ്ടോ, മൂവ് എടുക്കുക. ഇതിനെ സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക, ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അടുത്ത പോയിൻറ്റും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവായി. അതുപോലെ ഒന്നും കൂടി അതേ കമാൻഡ് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് സ്പേസ് ബാർ ഒന്നും കൂടെ പ്രസ് ചെയ്താൽ മതി. വീണ്ടും സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക, മാറ്റി വയ്ക്കുക, വീണ്ടും സ്പേസ് ബാർ പ്രസ് ചെയ്യുക, സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡയമെൻഷൻ ഇതുണ്ട്. ഡയമെൻഷൻ ടൂൾ ബാർ ഇവിടെ ഉണ്ടല്ലേ. ഡയമെൻഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡയമെൻഷൻ ലീനിയർ ഉണ്ട്, അലൈൻഡ് ഉണ്ട്, ആർക്ക് ലെങ്ത്, ഓർഡിനേറ്റ്. ഇതൊക്കെ ഞാൻ സമയം കിട്ടുവാണെങ്കിൽ പിന്നീട് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ലീനിയർ ഡയമെൻഷനാണ് എടുക്കുന്നത്. ലീനിയർ ഡയമെൻഷനിൽ പോയി ഈ എൻഡ് പോയിൻ്റ് കണ്ടില്ലേ, എൻഡ് പോയിൻ്റ് എന്നുള്ള സിമ്പിൾ വരുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്ത എൻഡ് പോയിൻ്റ് വരുമ്പോൾ അവിടെയും ക്ലിക്ക് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ഉണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഹാച്ചിങ് എന്നുള്ള ഇതിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെ പോയിട്ട് ഡയമെൻഷൻ എന്ന് പറയുന്ന ലെയറിലേക്ക് മാറ്റണം. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ പോയിട്ട് ഈ ഡയമെൻഷൻ ലെയർ എനിക്ക് ഓഫ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട്, ആ ഡയമെൻഷൻ ലെയർ ഓഫായി. പക്ഷേ അവിടെ ഉണ്ടത് എങ്ങനെ കാണിക്കാൻ പറ്റും? ഇവിടെ പോയിട്ട് വീണ്ടും ഈ ബൾബ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയമെൻഷൻ വീണ്ടും അപ്പിയർ ആവും. അപ്പോൾ അതുപോലെ ഡയമെൻഷൻ ലെയർ ഞാൻ കറണ്ട് ലെയർ ആക്കി വെച്ചുകൊണ്ട് വീണ്ടും ലീനിയർ എടുത്തു. ഇതുപോലെ എല്ലാം നമുക്ക് ഡയമെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമ്മൾ ലെയർ സെറ്റ് ചെയ്യുന്നത്. ലെയർ സെറ്റിങ് എങ്ങനെയായിരുന്നു? ഫോർമാറ്റിൽ പോവുക, ലെയർ സെലക്ട് ചെയ്യുക. ആദ്യം നമ്മുടെ 0 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇത്രയും ലെയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലൈന് ഈ ഡെഫിനിഷൻ പോയിൻറ്റ്സ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ഇത് നമ്മൾ ചെയ്തതല്ല, അത് പ്രിൻറ്റിൽ വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചില പോയിൻറ്റ്സോ ലൈൻസോ ഒക്കെ ഇടണമെങ്കിൽ, പ്രിൻറ്റിൽ ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ ഇടണമെങ്കിൽ ഡെഫിനിഷൻ പോയിൻറ്റ്സിൽ ഇട്ടാൽ മതി. ഇനി അതുകൂടാതെ ഡയമെൻഷൻ സ്റ്റൈൽ, അതും ഫോർമാറ്റിൽ പോവുക, ഡയമെൻഷൻ സ്റ്റൈൽ എടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ന്യൂ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ ഡയമെൻഷൻ സ്റ്റൈൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഫോർമാറ്റ് ടെക്സ്റ്റ് സ്റ്റൈൽ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് സ്റ്റൈലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. വേറൊരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. ന്യൂ എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റൈലിന് ഞാൻ വെർദാന എന്ന് പറഞ്ഞൊരു ഫോണ്ടും കൂടെ ആഡ് ചെയ്യുകയാണ്. വെർദാന, VRDANA. ഓക്കെ. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് V ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഫോണ്ട് വരുന്നത് വെർദാന എന്ന് പറയുന്ന ഫോണ്ടാണ്. ഇതിൻ്റെ ആംഗിൾ ഞാൻ മാറ്റി 0 കൊടുത്തു, അപ്ലൈ. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റൈൽ ഇതാണെങ്കിൽ ഇനി ടെക്സ്റ്റ് എങ്ങനെയാണ് എഴുതുന്നതും കൂടെ നോക്കാം. ഓക്കെ. ഇപ്പം ടെക്സ്റ്റിന് T എൻ്റർ എന്ന് അടിച്ചാൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും. T എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക today's AutoCAD class was about layers and dimension style. ഓക്കെ. ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സൈസ് കൂട്ടണമെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് എഡിറ്റർ കാണുന്നില്ലേ? ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് എഡിറ്റർ ഇതുണ്ട്. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ, ഇവിടെ ഇതുണ്ട് 2.5 ആണ് കിടക്കുന്നത്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിനെ മാറ്റുവാണ്. ഇപ്പോൾ 5 എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ മാറിയില്ല. ഓക്കെ, മാറി. ഉണ്ടോ? 5 എൻ്റർ അടിക്കുക. ഇനി സെൻറ്റർ ചെയ്യണമെങ്കിൽ ഇതുണ്ട് ഇവിടെ സെൻറ്റർ, എന്നിട്ട് ക്ലോസ് ടെക്സ്റ്റ് എഡിറ്റർ. ഉണ്ടോ? അപ്പോൾ അത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതുണ്ട് ഇതേ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് മാറ്റാൻ പറ്റും. ഇതിനെ നമുക്ക് സെൻറ്റർ ചെയ്യാം. സെൻറ്റർ ഇതുണ്ട് ഇവിടെ. ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചെയ്ത്. ഇതോടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്.